ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു കാടമുട്ട അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കാടമുട്ട അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ 15 കാടമുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങി കൊണ്ടുവരാം. ഇതിപ്പോൾ ഒന്ന് പുഴുങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ മുട്ട പൊട്ടി പോകാതിരിക്കാനായിട്ട് നല്ലതാണ്. അച്ചാറുണ്ടാക്കി തുടങ്ങുന്നതിന് മുൻപേ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് കാടമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് എണ്ണയിലായാലും മുട്ട അച്ചാറായതുകൊണ്ട് ഒരുപാട് നാൾ ഇത് കേടുകൂടാതെ ഇരിക്കില്ല. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 2 ടേബിൾ സ്പൂണോളം തന്നെ വെളുത്തുള്ളി അരിഞ്ഞതും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ടേസ്റ്റ് അല്പം കൂടി കൂട്ടാനായിട്ട് ഒരു നുള്ള് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചൊറുക്കയുടെ പുളി അനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ചൊറുക്ക ചേർത്ത ശേഷം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം ചൊറുക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കാടമുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി അച്ചാറിൻ്റെ കൂട്ടൊക്കെ മുട്ടയിലേക്ക് പിടിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി കൊടുക്കാം. അവസാനമായിട്ട് ഒരു നുള്ള് കായംപൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ കാടമുട്ട അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് ഇതിന്. വേറെ കറിയൊന്നുമില്ലെങ്കിലും ഇതുണ്ടെങ്കിൽ വയറ് നിറയെ നമുക്ക് ചോറുണ്ണാം. മുട്ടയായതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസം ഇത് കേടുകൂടാതെ ഇരിക്കില്ല. അതുകൊണ്ട് ആവശ്യാനുസരണം ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.